2023 നവംബർ 21 രാജസ്ഥാനിലെ ബിക്കാനീർ സമീപമുള്ള ദേശ്നോക്ക് എന്ന ചെറിയ പട്ടണത്തിലേക്ക് ഞാൻ യാത്ര ചെയ്തു. അവിടെയാണ് ലോകപ്രശസ്തമായ കർണിമാതാ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ രാജസ്ഥാൻ്റെ പരമ്പരാഗത ശൈലിയുള്ള മനോഹര ശില്പികളും വെള്ളിക്കവാടങ്ങളും ആദ്യം ശ്രദ്ധ പിടിച്ചുപറ്റും. ചരിത്രം പറയുന്നത് 15-ാം നൂറ്റാണ്ടിൽ കർണിമാതാവിനോട് ബന്ധപ്പെട്ടാണ് ഈ ക്ഷേത്രം രൂപം കൊണ്ടത്. പിന്നീട് ബിക്കാനീർ രാജവംശം ഇത് വികസിപ്പിക്കുകയും മനോഹരമായി പണികഴിക്കുകയും ചെയ്തു. എന്നാൽ ഈ ക്ഷേത്രം ലോകത്ത് വ്യത്യസ്തമാക്കുന്നത് മറ്റൊന്നാണ്. അകത്ത് ഏകദേശം 20 മുതൽ 25,000 വരെ എലികൾ സ്വതന്ത്രമായി ജീവിക്കുന്നു. ഇവരെ കപ്പാസ് എന്നാണ് വിളിക്കുന്നത്. ഭക്തർ ഇവർക്കായി പാലും ധാന്യവും സമർപ്പിക്കുന്നു. ആദ്യം അകത്ത് കടക്കുമ്പോൾ ഒരു വ്യത്യസ്തമായ അനുഭവം ഉണ്ടായിരുന്നു. നിലത്ത് സ്വതന്ത്രമായി ഓടുന്ന എലികൾ. എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം അത് ഒരു സാധാരണ കാഴ്ചയായി മാറി. ക്ഷേത്രത്തിനകത്ത് ഒരു ശാന്തമായ അന്തരീക്ഷം അനുഭവപ്പെട്ടു. വെള്ള എലിയെ കാണുന്നത് പ്രത്യേകമാണ് നാട്ടുകാർ പറയുന്നത്. അത് കാണാൻ എനിക്ക് കഴിഞ്ഞോ ഇല്ലയോ എന്നതിലുപരി ആ സ്ഥലത്തിൻ്റെ ചരിത്രവും വൈവിധ്യവും നേരിട്ട് അനുഭവിച്ചതാണ് കൂടുതൽ ഓർമ്മയിൽ നിൽക്കുന്നത്. ഇന്ന് കർണിമാതാ ക്ഷേത്രം ഒരു ആരാധനാലയം മാത്രമല്ല, രാജസ്ഥാൻ്റെ സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ ഒരു ഭാഗമാണ്. 21 നവംബർ 2023 എൻ്റെ യാത്രകളിൽ ഏറ്റവും വ്യത്യസ്തമായ ഒരു അനുഭവമായി ഇത് ഇന്നും മനസ്സിൽ നിലകൊള്ളുന്നു.